ഗാന്ധിജി മുന്നിൽ നിന്ന് നയിക്കുന്നു. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മനസ്സിലുള്ള ഒരു വിരോധം, ഒരു അകൽച്ച, ഒരു വെറുപ്പ് ഇല്ലാതാക്കുന്നതിനു വേണ്ടി അന്നത്തെ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ ഒരുപാട് പരിശ്രമിച്ചു. അങ്ങനെ ബ്രിട്ടീഷുകാർ ആധിപത്യം സ്ഥാപിച്ച് തുർക്കി പിടിച്ചെടുക്കുന്നു. തുർക്കിയിലെ ഖലീഫയെ സ്ഥാനമൊഴിയിപ്പിക്കുന്നു, ഭ്രഷ്ടനാക്കി. അലി സഹോദരന്മാരുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ഒരു ലക്ഷണമൊത്ത ഒരു വർഗീയ പ്രസ്ഥാനം, ഖിലാഫത്ത് പ്രസ്ഥാനം, ഖിലാഫത്ത് മൂവ്മെന്റ്. ആ വർഗീയ പ്രസ്ഥാനത്തെയും ആ വർഗീയ സമരത്തെയും ഗാന്ധിജി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയത് പോലും ഒരു പക്ഷേ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മനസ്സിൽ നിന്നും ഈ വൈരാഗ്യം, ഈ വെറുപ്പില്ലാതാക്കുന്നതിന് വേണ്ടിയായിരിക്കണം. മൗലാന അബ്ദുൽ കലാം ആസാദിനെ പോലെയുള്ള മഹത് വ്യക്തിത്വങ്ങൾ ദേശീയ പ്രസ്ഥാനത്തിന്റെ തേജസ്സായി മാറിയപ്പോൾ മറ്റൊരു കോണിൽ ഈ രാഷ്ട്രത്തെ വിഭജിക്കണം എന്ന വാദം വിത്തുമുളയ്ക്കുകയായിരുന്നു. ഇന്ന് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു സംസ്ഥാനം വേണമെന്ന വാദം മുന്നോട്ട് വരുന്നത് പോലെ തന്നെ, മുള പൊട്ടുന്നത് പോലെ തന്നെ അന്ന് ഒരു ദ്വിരാഷ്ട്രവാദം വിത്ത് പാകുകയായിരുന്നു. അന്ന് RSS ഇല്ല. പിന്നെ ഖിലാഫത്ത് പ്രസ്ഥാനമാരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു. RSS ഇല്ലാത്ത ആ സാഹചര്യത്തിൽ 2 ദശകങ്ങൾക്ക് മുമ്പ് ധാക്കയിൽ വെച്ച് മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടു. അപ്പോൾ ഈ മുസ്ലിം സംഘടനകളൊക്കെ RSSനെ പ്രതിരോധിക്കാൻ വേണ്ടിയായിരുന്നോ? നിലനിൽപ്പിന് വേണ്ടിയായിരുന്നോ? സാരേ ജഹാം സെ അച്ഛ എഴുതിയ കവിയായ ഇക്ബാൽ വരെ പാകിസ്ഥാൻ വാദക്കാരനായി മാറിയ ഒരു ചരിത്രം ഈ രാജ്യത്തിനുണ്ട്. ഹിന്ദുത്വവാദികളുടെ ആ ജന്മശത്രുവായി ഗാന്ധിജി മാറി, നെഹ്റു മാറി. അവരെ ഒന്നും ഉൾക്കൊള്ളാൻ അന്നത്തെ ഹിന്ദുക്കൾക്ക് പോലും സാധിച്ചില്ല. കാരണം അത്തരം അസഹിഷ്ണുതകളിലൂടെ ഉടലെടുത്ത രാജ്യമായിരുന്നു പാകിസ്ഥാൻ. വിഭജനമായി, പലായനമായി, കൂട്ടക്കുരുതികളായി, രക്തനദികളായി, തടാകങ്ങളായി രാജ്യം ഭാഗിച്ചു പോയിട്ടും വീണ്ടും സ്ത്രീധനം ചോദിച്ചു വരുന്നത് പോലെ രാജ്യത്തിന്റെ സമ്പത്തും ചോദിച്ചു വന്നപ്പോഴും ഗാന്ധിജി നിരാഹാരം കിടക്കുന്നു. സമ്പത്തും കൊടുക്കണം, അവർക്ക് ശരി കൊടുക്കാൻ തയ്യാറായി. അന്ന് ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉണ്ടായിട്ട് പോലും ഈ രാജ്യം സെക്യുലറായി നിലനിന്നു. അതാണ് ഹിന്ദുക്കളുടെ സഹിഷ്ണുത. മതത്തിന്റെ പേരിൽ ആരുടെയെങ്കിലും നേർക്ക് കൈ ഉയർത്തുന്നവനെ പ്രധാനമന്ത്രി എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും ഞാൻ നേരിടുമെന്ന് പറഞ്ഞ മതേതര ജനാധിപത്യ രാജ്യത്ത് അത്തരം ആൾക്കാരും ഉണ്ടായിരുന്നു, നെഹ്റുവിനെ പോലെ. അവരൊക്കെ ഇന്ത്യയിലെ ഒരു മതേതരത്വത്തെ സൃഷ്ടിച്ചെടുത്ത് ഊട്ടി ഉറപ്പിച്ചു. പക്ഷേ അതിന്റെ പിന്നിലുണ്ടായിരുന്ന മുസ്ലിം പ്രീണനത്തിന്റെ കഥകൾ ഇപ്പോഴാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജനത അവരെയൊക്കെ വിശ്വസിച്ചതിന്റെ പേരിൽ അവരൊക്കെ കബളിപ്പിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം ഇപ്പോഴാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിഭജന മുറിവുകളിൽ നിന്ന് ചോരയിറ്റിറ്റു വീഴുന്ന ആ കാലത്തിന്റെ മുറിവുകൾ ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല. ഇപ്പോഴും പറയുന്നു ഈ രാജ്യം ഇനിയും ഭാഗിക്കണം. മാറു പിളർത്തി പകുതിയെടുത്ത് ചോര കിനിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും വീണ്ടും വീണ്ടും അറുത്തെടുക്കണമെന്നാ പറയുന്നത്. പക്ഷെ അന്ന് ഗാന്ധിജിയും നെഹ്റുവും ഒക്കെ അഹോരാത്രം പണിയെടുത്ത് തുന്നിച്ചേർത്ത ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടല്ലോ, അതിനകത്ത് ആ വിള്ളൽ അങ്ങനെ തന്നെ നിന്ന് ഏച്ചു കിട്ടിയാൽ മുഴച്ചിരിക്കുമെന്നത് പോലെ പിന്നീട് വർഗീയ കലാപങ്ങളായി, നിലവിളികളായി, ഇരകളായി, അനാഥരായി, അഗതികളായി, വിധവകളായി, ബാബരി മസ്ജിദായി, രാമജന്മഭൂമിയായി, അങ്ങനെ പ്രശ്നങ്ങൾ തുടങ്ങി. മനസ്സിലായ? പിന്നീട് 1985 ഭർത്താവായ അഡ്വക്കേറ്റ് മുഹമ്മദ് അഹമ്മദ് ഖാൻ മൊഴി ചൊല്ലുന്നു ഷാബാനു ബീഗത്തിന്. എന്തിന്റെ പേരില്? ഒരു കിളുന്ത പെണ്ണിനെ കണ്ടപ്പോൾ കെട്ടണമെന്ന് തോന്നി. ഷാബാനു എതിർത്തു, ഷാബാനുവിനെ ഒഴിവാക്കി. അങ്ങനെ ഷാബാനു അവരുടെ 4-5 മക്കളുമായി കോടതികൾ കയറി ഇറങ്ങുന്നു. എനിക്ക് ജീവനാംശം വേണം, മെയിൻ്റനൻസ് വേണം, കുട്ടികൾക്ക് ചെലവിന് വേണം.
അങ്ങനെ വയോവൃദ്ധയായ ഷാബാനു വർഷങ്ങളോളം കേസ് പറയുന്നു. ഷാബാനുവിനൊടുവിൽ ജീവനാംശം അനുവദിച്ചുകൊണ്ടുള്ള ചരിത്ര പ്രസിദ്ധമായി സുപ്രീം കോടതി വിധി വരുന്നു. അത് ഇസ്ലാമിക മതമൗലികവാദികളെ ചൊടിപ്പിച്ചു. അതിനുവേണ്ടി മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടി രാജീവ് ഗാന്ധി ആ നിയമത്തെ അട്ടിമറിക്കുന്നു. കാരണം ഈ മുസ്ലിം പ്രീണനം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. മുസ്ലിങ്ങളെ ചൊടിപ്പിക്കുന്ന ഒന്നും അവർ ചെയ്യില്ല. അവർ പെട്ടെന്ന് വൈകാരികമായി റിയാക്ട് ചെയ്യും. രാജ്യം അവർ കത്തിക്കും. അതുകൊണ്ട് എന്നിട്ട് രാജീവ് ഗാന്ധിയുടെ ഇരുമുഖ നയം നോക്കണം. ആ നിയമത്തെ ഒരു ഭാഗത്ത് അട്ടിമറിച്ച് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയും മറുഭാഗത്ത് ഹിന്ദുക്കളെ പിണക്കാതിരിക്കുന്നതിന് വേണ്ടി അയോധ്യയിൽ പ്രതീകാത്മകമായ കർസേവ അനുവദിക്കുകയും ചെയ്തു. ഒരേ സമയത്ത് ഒരു രാഷ്ട്രീയ തന്ത്രമാണത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണത്. അവിടെയും മതപ്രീണനം കാഴ്ചവെച്ചു, ഇവിടെയും മതപ്രീണനം കാഴ്ചവെച്ചു. ഇത്തരം കാപഠ്യങ്ങളുടെ കഥകളൊക്കെ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. ഇസ്ലാമിക തീവ്രവാദം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതോടെ വളരെയധികം ഉത്തുംഗതയിലെത്തി. അങ്ങനെ മുസ്ലിങ്ങളോട് മറ്റു മതവിശ്വാസികൾക്ക് പേടിയായി, വെറുപ്പായി. ആ വെറുപ്പ് ഇന്ത്യയിലേക്കും പടർന്നു, ആളിക്കത്തി. അത് ഇന്ന് കർണാടകയിലായി, കേരളത്തിലായി, തമിഴ്നാട്ടിലായി, അങ്ങനെ രാജ്യമൊട്ടുക്കും പടർന്നു പിടിച്ചു. കന്നഡക്കാരന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ടിപ്പു വിരോധത്തെ ഉണർത്താൻ സഹായിച്ചു. അതുകൊണ്ട് അവിടെയും താമര വിരിഞ്ഞു. ഇസ്ലാമിക ഭരണത്തിൻ കീഴിൽ ഒരിക്കലും വന്നിട്ടില്ലാത്ത കേരളവും തമിഴ്നാടും ഇന്ന് എങ്ങനെ നിൽക്കുന്നു എന്ന് ആലോചിച്ചാൽ മതി. മദനി, അബ്ദുൽ നാസർ മദനി രൂപീകരിച്ച സിമി എന്ന സംഘടന, അതിന്റെ അമരക്കാരായ ആളുകൾ ഇന്ന് ഭരണസിരാ കേന്ദ്രങ്ങളിലുണ്ട്. അവരുടെ ഉള്ളിൽ കിടക്കുന്ന സിമി തീവ്രവാദം ഇസ്ലാമിക രാഷ്ട്രമെന്ന വാദം പലപ്പോഴായി മുളപൊട്ടി പുറത്തു വരാറുമുണ്ട്. പിന്നീട് സിമി ആകുന്നു. സിമി നിരോധിച്ചപ്പോൾ NDF ആകുന്നു. പിന്നീട് മൗദൂദികളായി, സലഫികളായി, വഹാബികളായി, സത്യസരണിയായി, PDP ആയി, ഏറ്റവും ഒടുവിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും SDP. ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത തീവ്രവാദ സംഘടനകൾ വിതച്ചു. ഇസ്ലാമിക തീവ്രവാദം ആവുന്നത്ര വേരൂന്നി നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ വേര് പിടിക്കുന്നില്ല എന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും ഇപ്പോൾ കേരളവും അവരുടെ ഈറ്റില്ലമായി മാറി. മതം മാറ്റി പെൺകുട്ടികളെ സിറിയയിലേക്ക് അയക്കുന്ന വാർത്തകൾ, അതിനെ സംബന്ധിച്ചെടുക്കുന്ന സിനിമകൾ, മതം മാറ്റപ്പെടുന്ന പെൺകുട്ടികൾക്കു വേണ്ടി കോടതിയിൽ വാദിക്കാൻ പിരിവിട്ട് പണം ഉണ്ടാക്കുന്ന അഖിലാഹാദിയമാരുടെ കേസുകൾ എണ്ണിയാലൊടുങ്ങാത്ത മാതാപിതാക്കളുടെ കണ്ണീരും വേദനയുമായി മാറി. അത് ഇതുവരെ ചരിത്രം കണ്ടിട്ടില്ലാത്ത രൂപത്തിൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ മനസ്സിൽ ഈ മനസാക്ഷിയില്ലാത്ത ഒരു വിഭാഗത്തെ സംബന്ധിച്ച് അകൽച്ചയും ഭയവും വിരോധവും ഉടലെടുക്കാൻ കാരണമായി. ഭരണകൂടത്തിന്റെ മുസ്ലിം ഭീകരതയും മുസ്ലിം പ്രീണനവും ഇരുമുഖ നയവും കാപട്യവും അവരുടെ വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള രാഷ്ട്രീയ അജണ്ടകളും എല്ലാം ഇതിനകത്ത് പ്രതിഫലിച്ചു. നേപ്പാളിലെ ആകെ ജനസംഖ്യയുടെ 4% മാത്രമാണ് മുസ്ലിങ്ങൾ. ഇസ്ലാമിനോട് ചരിത്രപരമായിട്ട് ആർക്കും വിരോധമില്ല, ശത്രുതയില്ല, ഹിന്ദുക്കൾക്ക് പ്രത്യേകിച്ചില്ല, ക്രിസ്ത്യാനികൾക്കുമില്ല. പക്ഷേ ചില വിഷം കലർത്തുന്ന ഞാഞ്ഞൂലുകളാകുന്ന മുസ്ലിം പ്രഭാഷകരുണ്ടല്ലോ, അവര് യേശു വ്യഭിചാര പുത്രനാണെന്നും ക്ഷേത്രത്തിനേക്ക് പണം കൊടുത്താൽ അത് വേശ്യാലയത്തിന് കൊടുക്കുന്നതിന് തുല്യമാണെന്നും മുസ്ലിം ഡോക്ടറെ തന്നെ നമ്മൾ കാണാൻ പാടുള്ളൂ, അതും പെണ്ണ് തന്നെ ആയിരിക്കണം, ഈ രൂപത്തിൽ വിദ്യാഭ്യാസ മേഖലയില്, കലയില്, കായികത്തില്, ഭക്ഷണത്തില്, റിസോർട്ടുകളില്, റെന്റ് വീടുകളില്, എന്തിനേറെ സകലമാന മേഖലകളിലും അവര് മതം കലർത്താൻ തുടങ്ങി. ഇന്ത്യയില് നമ്മൾ മുമ്പെങ്ങും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത രൂപത്തിൽ മതേതര ജനാധിപത്യവാദികൾ പോലും
ഈ വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. അതായത് അവർക്കും മനസ്സിലായി തുടങ്ങി, ഇനിയെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾക്ക് നമ്മൾ ഇരയാകുമെന്ന് മനസ്സിലായി. അങ്ങനെ കേരള സ്റ്റോറി ഇറങ്ങുന്നു, കാശ്മീർ ഫയൽസ് ഇറങ്ങുന്നു, ജനങ്ങൾ അത് കാണുന്നു, മനസ്സിലാക്കുന്നു. 1921 എന്താണ് സംഭവിച്ചതെന്നും BBC പുറത്തിറക്കിയ നരേന്ദ്രമോദിയുടെ ഡോക്യുമെന്ററിയിലൂടെ എന്താണ് ഗോദ്രയിൽ ഉണ്ടായതും ഗുജറാത്ത് കലാപം എന്തായിരുന്നു എന്നും ജനങ്ങൾ പഠിക്കുന്നു. കൂടുതൽ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ മറ നീക്കി പുറത്തു വരുന്നു. ചെകഞ്ഞു മനുഷ്യർ അന്വേഷിച്ചു ചെല്ലുന്നു. ആടുജീവിതം മാത്രമല്ല, കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദ് ചെയ്ത നടപടി വിവരിക്കുന്ന ആർട്ടിക്കിൾ 370 എന്ന ചരിത്രവും, അതിനു മുമ്പ് കാശ്മീരിലെ ഹിന്ദുക്കളുടെ ദുരിത ജീവിതം വിവരിക്കുന്ന കാശ്മീർ ഫയൽസും ഒക്കെ രംഗത്ത് വരുന്നു. പല രാജ്യങ്ങളും ഈ സിനിമകളും ഡോക്യുമെന്ററിയും ഒക്കെ നിരോധിക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഇത്തരം സിനിമകളിലൂടെയും ഡോക്യുമെന്ററികളിലൂടെയും ഒക്കെ മറയ്ക്കപ്പെട്ട ചരിത്രങ്ങൾ തിരശീല പൊക്കി പുറത്തു വന്നു. പാകിസ്ഥാനില് ഭാരതം നടത്തിയ ഒരു ബാലാകോട്ട് ആക്രമണമുണ്ട്. അതിനെ വിവരിക്കുന്ന ഹൃതിക് റോഷൻ നായകനാകുന്ന, അതുപോലെ ഫൈറ്ററും ഒക്കെ ആയിട്ട് അദ്ദേഹം അവതരിക്കുന്നുണ്ട്. അത് റിലീസ് ചെയ്യാൻ ഗൾഫ് രാജ്യങ്ങൾ അനുവദിച്ചില്ല. ആടുജീവിതവും ബാൻ ചെയ്തിരുന്നു, കാശ്മീർ ഫയൽസ് ബാൻ ചെയ്തിരുന്നു. ഈ സിനിമകളൊക്കെ നിരോധനത്തിന് കാരണമായ പ്രധാനപ്പെട്ട കാരണം എന്താണ്? അതായത് നമുക്ക് അന്നം തരുന്ന നാടുകളിൽ ആവിഷ്കാര സ്വാതന്ത്ര്യമില്ല. അതിനെ ഒന്ന് ഉറക്കെ പറയാൻ ധൈര്യമുണ്ടോ? ഉണ്ടോ? സൗദി രാജാവിന്റെ മകൾ നരകത്തിന്റെ വിറക് കൊള്ളിയാണ് എന്ന് പറയാൻ ധൈര്യമുണ്ടോ? തട്ടമിട് പെണ്ണെ എന്ന് പറയാൻ ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ അഫ്ഗാനികൾ എന്ന് പറയട്ടെ, താലിബാനികൾ എന്ന് പറയട്ടെ. അതായത് ആടുജീവിതം നോവൽ വായിച്ചിട്ടുള്ള മനുഷ്യന്മാർക്ക് വല്ലാത്തൊരു അവസ്ഥ, ഒരു മനുഷ്യനെയോ ഒരാൾക്കും വരരുതേ ഈ ഗതി എന്നൊക്കെ തോന്നിപ്പോകും. ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചതാണ്. ആ നോവൽ വായിക്കുന്ന സമയത്ത് കേന്ദ്ര കഥാപാത്രമായ നജീബ് മരുഭൂമിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ, മരണത്തിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നതുപോലെ വല്ലാതെ ഒരു പ്രതീക്ഷയറ്റ് ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ ആ ഒരു ചിന്തകൾ, അയാളുടെ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങൾ, അതൊക്കെ വല്ലാത്ത വിഷമം തന്നെയാണ്. ആ ക്രൂരതകളെ അതിജീവിച്ച് അപൂർവം ചില ആളുകളെങ്കിലും ജീവിതത്തിന്റെ മരുപ്പച്ച തേടി പോയിട്ടുണ്ടാവാം. അതുപോലെ ആ നോവലിലെ അദ്ദേഹത്തിന്റെ കഫീലുണ്ട്, വായനക്കാരൻ അങ്ങേ അറ്റം ദേഷ്യവും വെറുപ്പും തോന്നുന്ന ഒരു കഥാപാത്രം. അതിനെ കഥാപാത്രമായിട്ട് തന്നെയാണ് നമ്മളൊക്കെ കണ്ടിരുന്നത്. പക്ഷേ കേരളം ആ സിനിമ ഇറങ്ങിയ സമയത്തും നിന്നത് ആരോടൊപ്പമാണെന്നറിയാമോ? ആ കഫീലന്മാരോടൊപ്പമാണ്, നജീബിനോടൊപ്പമല്ല നിന്നത്. യഥാർത്ഥ ആടുജീവിതം കഫീലിൻ്റെതാണെന്നാ പറഞ്ഞത്. നജീബിന്റെ പീഡനത്തോടല്ല അവർ ഒരുമിച്ച് നിന്നത്. സഹതാപം അർഹിക്കുന്നത് കഫീലാണെന്നാ പറഞ്ഞത്. കാരണം നമുക്ക് അന്നം തരുന്ന നാടാണ്. അതുകൊണ്ട് അവരെയൊക്കെ പറഞ്ഞിട്ട് ഇനി ആ നാട്ടിൽ നിൽക്കലിന് വലിയ ബുദ്ധിമുട്ടാണ്. തുർക്കിയിലെ അബ്ദുൽ മജീദ് എന്ന് പറയുന്ന ഖലീഫയെ ബ്രിട്ടീഷുകാര് സ്ഥാനഭ്രഷ്ടനാക്കിയതിനു വേണ്ടി ഈ നാട്ടിൽ യുദ്ധമുണ്ടാക്കാൻ, കലാപമുണ്ടാക്കാൻ, ലക്ഷണമൊത്ത വർഗീയതകൾ സൃഷ്ടിക്കാൻ, ഹിന്ദു വംശഹത്യ നടത്താൻ പക്ഷം ചേർന്നിറങ്ങിയ ആളുകൾ, അവർക്കു വേണ്ടി വാദിക്കുന്ന ഒരു പറ്റം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇന്നുമുണ്ട്. അവർ സമീപകാലങ്ങളിൽ അവര് മനസ്സിലാക്കും. അത് തുർക്കി ആണെങ്കിലും പാകിസ്ഥാൻ ആണെങ്കിലും അഫ്ഗാൻ ആണെങ്കിലും ഹമാസ് ഭീകരരാണെങ്കിലും ശരി, ന്യായീകരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്നുമുണ്ട്. അവരുടെ അപകടകരമായ ചില സമീപനങ്ങൾ ഉണ്ടല്ലോ, അധികം വൈകാതെ തന്നെ നമുക്ക് മനസ്സിലാകും. ഇതിന്റെ ഇത്തരം സംഭവങ്ങളൊക്കെ നടന്നതിന്റെ ചെറിയ ഒരു സാമ്പിള് മാത്രമാണ് ഇസ്രായേൽ ഹമാസ് വിഷയം. ഇസ്രായേൽ ഹമാസ് ആക്രമണത്തില് ഒരു മലയാളി കൊല്ലപ്പെട്ടു. ആ മരണത്തിൽ നമ്മൾ എന്താ കണ്ടത്? ഇടതുപക്ഷ അനുഭാവിയായ ഒരു മനുഷ്യന്റെ മരണത്തിൽ പോലും ചിരിച്ചുകൊണ്ട് ഇമോജികളിട്ട് പ്രതികരിക്കാൻ, ഒരു സൈനികന്റെ മരണത്തിൽ പോലും നിന്ദ്യമായ രൂപത്തിൽ ഇമോജികളിട്ട് പ്രതികരിക്കാൻ ഈ കേരളത്തിന് കഴിഞ്ഞു. മലയാളി എവിടെയും പൊളിയല്ല,
തല്ലിപ്പൊളിയാണ് എന്ന് തെളിയിച്ചു. ഹമാസിന്റെ ഭീകരവാദത്തിന്റെ വികാരമാണ് ഇവിടെ ഇരവാദമായിട്ട്